ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നോയമ്പിന്റെ അനുഭവങ്ങളിലൂടെയാണ് നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിനോട് അടുക്കുവാൻ ഉള്ള മുഖാന്തരമാകട്ടെ നമ്മുടെ ഈ നോയമ്പ് കാലങ്ങൾ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നോയമ്പ് ധ്യാന ചിന്തകൾ 34 ദിവസം. ഇന്നത്തെ ചിന്താവിഷയം വിശ്വാസത്തിന്റെ ശക്തി. അതിനെ ആസ്പദമായി തിരഞ്ഞെടുത്ത വേദഭാഗം മർക്കോസിന്റെ സുവിശേഷം 5 അധ്യായം 21 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. ഈ വേദഭാഗം 2 അത്ഭുതങ്ങളെ കുറിച്ചാണ്. രക്തസ്രാവം തടുക്കപ്പെട്ട സ്ത്രീയുടെ സൗഖ്യം, പള്ളിപ്രമാണിയുടെ മകളുടെ പുനരുദ്ധാനം. ഇവയെ ബന്ധിപ്പിക്കുന്ന ഒരു സുപ്രധാന തത്വമുണ്ട്: വിശ്വാസം. യേശു ഈ സംഭവങ്ങളിൽ വെളിപ്പെടുത്തുന്നത് വിശ്വാസം കൊണ്ട് പ്രാപിക്കുന്ന ദൈവകൃപയാണ്. മർക്കോസ് 5:25 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം: 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീയുടെ ജീവിതം. പല വൈദ്യന്മാരെയും കണ്ടു, എല്ലാ സമ്പത്തും ചിലവാക്കി, എന്നാൽ രോഗം മാറിയില്ല. അവൾ യേശുവിൽ ഒരു പ്രത്യാശ കണ്ടു. യേശുവിന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ സൗഖ്യം ലഭിക്കും എന്ന് അവൾ വിശ്വസിച്ചു. വിശ്വാസം എത്ര ചെറുതായാലും അതിനെ ദൈവം ബഹുമാനിക്കുന്നു. നമ്മുടെ തടസ്സങ്ങൾക്ക് അപ്പുറം യേശുവിന്റെ സ്പർശം എത്തും. യേശു നമ്മെ തിരഞ്ഞു വിളിക്കുന്നു. ആളുകൾക്കിടയിൽ മറഞ്ഞിരിക്കുമ്പോഴും അവൻ നമ്മെ വ്യക്തിപരമായി അറിയുന്നു. നമുക്കും ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ഉണ്ടാകും. എന്നാൽ യേശുവിന്റെ സാന്നിധ്യം തേടുമ്പോൾ, വിശ്വാസമുണ്ടാകുമ്പോൾ അവൻ മറുപടി നൽകുന്നു. രണ്ടാമതായി നമ്മൾ കാണുന്നു പള്ളിപ്രമാണിയുടെ വിശ്വാസം. 35 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം: പള്ളിപ്രമാണിയുടെ വീട്ടിൽ ആളുകൾ വന്നു നിന്റെ മകൾ മരിച്ചു എന്ന് പറയുമ്പോൾ അവൻ യേശുവിന്റെ വാക്കുകൾ വിശ്വസിച്ചു. ഭയപ്പെടേണ്ട, വിശ്വസിക്കൂ. ഭയപ്പെടേണ്ട, വിശ്വസിക്കൂ എന്നത് നമ്മുടെ ആത്മാവിനെ ഉണർത്തുന്ന സന്ദേശമാണ്. ജീവിതത്തിലെ ഏതൊരു നിമിഷത്തിലും ദൈവം നമ്മോടുണ്ട്, നമ്മെ ഉയർത്തുവാനും നമുക്ക് ജീവൻ നൽകുവാനും. ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും വലിയ ബുദ്ധിമുട്ടുകളോ രോഗപ്രശ്നങ്ങളോ ഉണ്ടാകാം. അത്തരം സമയങ്ങളിൽ നമ്മുടെ വിശ്വാസം ഈ 2 അത്ഭുതങ്ങളിൽ കാണുന്ന പോലെ നമുക്ക് അഭയം നൽകും. നമ്മുടെ ചുറ്റുപാടുകൾ, സമൂഹത്തിലെ നിരാശ നമ്മെ ഭീതിയിലേക്ക് നയിച്ചാലും യേശുവിലുള്ള വിശ്വാസം നമ്മെ വീണ്ടും ഉയർത്തും. അവന്റെ വാക്കുകൾ നമ്മളെ നന്നാക്കുകയും ജീവന് പ്രത്യാശ പകരുകയും ചെയ്യുന്നു. വിശ്വാസം നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. വിശ്വാസം എന്നത് സങ്കല്പമല്ല, ആത്മാർത്ഥമായ ഒരു അനുഭവമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ വിശ്വാസവും യേശുവിന്റെ കരുണയിലേക്ക് വളരുന്നു. ദുരിതം, രോഗം, നിരാശ എല്ലാം മാറപ്പെടും. നിങ്ങളിലുണ്ടായിരുന്ന ഭീതിയും ആശങ്കകളും യേശുവിന്റെ കരുണയിൽ വിശ്വാസമുണ്ടാകുമ്പോൾ മാറും. ദൈവിക കരുണ മാത്രമല്ല, നാം ഓരോരുത്തരും അനുഭവിക്കുന്ന വിശ്വാസത്തിന്റെ ശക്തിയാണ്. ഒരുപാട് ആന്തരിക വേദനകളിലും പീഡനങ്ങളിലും യേശുവിന്റെ വാക്കുകൾ നമ്മെ വീണ്ടും ഉണർത്തുന്നു. ആ വിശ്വാസം കൊണ്ട് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാനും പുതുജീവനും പ്രത്യാശയ്ക്കും വഴിയൊരുക്കുവാനും കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.